നമസ്കാരം. ഇപ്പോൾ ഇറാൻ, ഇസ്രയേൽ, അമേരിക്ക യുദ്ധം നടക്കുന്നത് പോലെ നമ്മുടെ കേരളത്തിലെ CPM, അവിടെ മാത്രമേ ഉള്ളൂ CPM കേട്ടോ, ആ CPMലും ഒരു കലഹം നടക്കുകയാണ്. വൻപിച്ച കലഹം. മിസൈലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചീറിപ്പായുന്നുണ്ട്. എന്താണ് ഇതിൻ്റെ ഒരു അന്ത്യം? ഒരു കുന്തവും പിടികിട്ടുന്നില്ല. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഇത് തുടരുന്ന ഒരു യുദ്ധമാണിത്. അനന്തമായി നീളുന്നുവെന്ന് അമേരിക്ക ഇറാൻ യുദ്ധത്തെക്കുറിച്ച് പറഞ്ഞതുപോലെ അങ്ങനെ നീളാവുന്ന ഒരു യുദ്ധം ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അറിയില്ല, നമ്മളിപ്പോൾ വഴിയോര കാഴ്ചക്കാരനായിട്ട് നിൽക്കുന്നതല്ലേ ഉള്ളൂ. ഉള്ളിലുള്ളവർക്കും മുകളിലുള്ളവർക്കും പോലും ഇതങ്ങനെ പരസ്പര വിരുദ്ധമായിട്ടാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ PK ശശി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് രസം. പാർട്ടിക്കുള്ളിലെ ഇരുമ്പ് മറയ്ക്കുള്ളിലെ ഒക്കെ ആന്തരിക രഹസ്യങ്ങളൊക്കെ മറനീക്കി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് PK ശശിയുടെ അഭിപ്രായ പ്രകാരം കഴിഞ്ഞ ദിവസം കോട്ട മൈതാനത്ത് പാലക്കാട്ട് ഒരു കൺവെൻഷൻ നടന്നു. പാർട്ടിയിലെ വിമതരുടെ കൺവെൻഷൻ ആണ് അതെന്നാണ് നമ്മൾ വിചാരിച്ചത്. പക്ഷേ PK ശശി പറയുന്നത് അങ്ങനെയൊന്നും അല്ല, ഇത് വിപ്ലവകാരികളുടെ കൺവെൻഷനാണ്. അപ്പോൾ വിപ്ലവകാരികളുടെ പാർട്ടിക്കകത്ത് വീണ്ടും വിപ്ലവകാരികളുടെ ഒരു ഗ്രൂപ്പ് ഉണ്ടായിക്കൊണ്ട് അവർ കൺവെൻഷൻ നടത്തുന്നു. കോട്ട മൈതാനം നിറഞ്ഞു എന്നാണ് ശശി പറയുന്നത്. എങ്കിലും ഒരു 1000 കുറയാതെ ആൾക്കാരുണ്ടായിരുന്നു. CPMൻ്റെ ഇരുമ്പ് മറയും ഉരുക്കു മുഷ്ടിയെയും ഭയപ്പെടാതെ തന്നെ 1000 പേര് പാലക്കാടെന്ന് പറയുന്ന അവരുടെ കോട്ടയിൽ ഇങ്ങനെ തടിച്ചുകൂടി എന്ന് പറയുമ്പോൾ നിസ്സാര കാര്യമല്ല. PK ശശി അറിയാമല്ലോ, ഒരു കാലത്ത് അവരുടെ ഐക്കോണായിരുന്നു ഈ PK ശശി. PK ശശിയുടെ തീവ്രത അളക്കാൻ വേണ്ടിയിട്ടുള്ള സംരംഭങ്ങളൊക്കെയാണല്ലോ എപ്പോഴും വലിയ വാർത്തയായിട്ടും ട്രോളായിട്ടും ഒക്കെ നിലനിൽക്കുന്നു. ആ PK ശശിയാണ് പറഞ്ഞത്. അദ്ദേഹത്തെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് പാർട്ടിയുടെ ശ്രീമതിമാരെല്ലാം കൂടെ അവിടെ നിന്ന് ശ്രമം നടത്തിയത്. പക്ഷേ ഇപ്പോൾ പാർട്ടിയുടെ സംഹാരകനായിട്ട് അദ്ദേഹം മാറുന്ന വലിയൊരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ജില്ലാ സെക്രട്ടറിയെ പറ്റി അദ്ദേഹം പറഞ്ഞ വാക്കുകളാണ് നമ്മളെ ഒന്ന് ഞെട്ടിപ്പിക്കാൻ സാധ്യതയുണ്ട്. EN സുരേഷ് ബാബു എന്ന് പറയുന്ന പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി, അദ്ദേഹം സ്പിരിറ്റ് കച്ചവടക്കാരനാണ്, സ്പിരിറ്റ് മാഫിയക്കാരനാണ് നോക്കിയാണ് അദ്ദേഹം പറഞ്ഞത്. പരസ്യമായിട്ട് ചന്തയിൽ പറയുന്നത് പോലെ തന്നെ കോട്ട മൈതാനത്ത് വെച്ച് അങ്ങ് പറഞ്ഞ കള്ളു കുടിച്ചിരിക്കുമ്പോഴാണ് സെക്രട്ടറിയെ തീരുമാനിക്കുന്നത്. അങ്ങനെ കള്ളു കുടിച്ചെടുത്ത ഒരു തീരുമാനത്തിൻ്റെ ഫലമാണ് ഈ സുരേഷ് ബാബു എന്നുമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്താണ് ഈ പാർട്ടിക്കുള്ളിൽ നടന്നത്? കള്ളു കുടിച്ച ആൾക്കാരെ പാർട്ടിയുടെ മെമ്പർഷിപ്പിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുന്ന ഒരു പാരമ്പര്യം ഉള്ള ഒരു പാർട്ടിയായിരുന്നു എന്ന് എനിക്കറിയാം. പക്ഷേ അതിനുശേഷം ഈ പാർട്ടിക്കുള്ളിൽ എന്താണ് സംഭവിക്കുന്നത് എനിക്കൊരു ചുക്കും അറിയില്ല. വാസ്തവത്തിൽ കേട്ടോ, ഒരു ചുക്കും അറിയില്ല. ഇപ്പോൾ ഇദ്ദേഹം PK ശശി പറയുമ്പോഴാണ് ഈ പുറത്തു വരുന്നവരാണല്ലോ രഹസ്യങ്ങൾ, ആന്തരിക രഹസ്യങ്ങൾ, അണിയറ രഹസ്യങ്ങൾ അല്ലെങ്കിൽ അന്തഃപുര രഹസ്യങ്ങളൊക്കെ പുറത്തു വിട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് ഞാനിത് അറിയുന്നത്. എൻ്റെ അജ്ഞത കൊണ്ടാണ്, അറിവുകേട് കൊണ്ടാണ്, ക്ഷമിക്കണം. അതുപോലെ തന്നെ വേറൊരു കാര്യം അദ്ദേഹം പറഞ്ഞത് കള്ളുമായിട്ട് ബന്ധമില്ല. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു സ്പിരിറ്റുമായിട്ടുള്ള ഈ അഭേദ്യമായിട്ടുള്ള ബന്ധം കൊണ്ടായിരിക്കുമോ നമ്മളുടെയൊക്കെ ബാറുകളുടെ സമയം നീട്ടിക്കൊടുത്ത് അടുത്ത കാലത്ത് അങ്ങനെ ഒരു തീരുമാനം ഗവൺമെൻറ്റിൻ്റെ എക്സൈസ് വകുപ്പ് മന്ത്രി കൈക്കൊണ്ടത്. പാർട്ടിക്കുള്ള അഭേദ്യമായിട്ടുള്ള ബന്ധം വെളിപ്പെടുത്തുന്നില്ലേ? ഒരു സംശയം തോന്നുന്നതാണ്. അപ്പോൾ ഈ കള്ളും പാർട്ടിയും ബാറും ഒക്കെ ആയിട്ട് ഒരു അബ്കാരിയും തമ്മിലായിട്ടൊരു ബന്ധം ഉള്ളതുപോലെ എനിക്ക് ശങ്ക ഉണ്ടാവുന്നുണ്ട്. നമുക്കെല്ലാം ഉണ്ടാവുന്ന ഒരു സ്വാഭാവിക ശങ്ക. കാരണം ഇതിൻ്റെ പാർട്ടിയെപ്പറ്റി നമുക്കൊരു ചുക്കും അറിയില്ലല്ലോ. ഈ പാർട്ടിയെപ്പറ്റി നമുക്ക് ഒരു ചുക്കും അറിയില്ല എന്നുള്ളതാണ് വാസ്തവം. അതുപോലെ സഖാക്കളെ തമ്മിലടിപ്പിച്ച് കമ്മിറ്റി പിടിക്കുന്നു, അങ്ങനെ ഒരു പരിപാടിയുണ്ട്. ഇതിപ്പോൾ അമേരിക്കയുടെ ഒരു തന്ത്രമാണ്. രാജ്യങ്ങളെ തമ്മിലടിപ്പിക്കുക. ഇറാനകത്ത് തന്നെ അവിടുത്തെ വിമതന്മാരെ കൊണ്ട് ആ ഗവൺമെൻറ്റിനും പട്ടാളക്കാർക്കുമെതിരെ സംഘടിപ്പിച്ചുകൊണ്ട് അവരെ കൊണ്ട് പോരടിപ്പിക്കുക. ഈ അമേരിക്കൻ തന്ത്രം തന്നെ പാർട്ടി നേരത്തെ സ്വീകരിച്ചു. ഇപ്പോഴാണ് അമേരിക്കൻ ട്രംപും ഒക്കെ അത് മനസ്സിലാക്കിയത്. CPMനെ കണ്ടിട്ടാണോ എന്ന് എനിക്കറിയില്ല. അതുപോലെ തന്നെ അടുത്ത കാലത്താണ് നമുക്ക് G സുധാകരനേക്ക് വന്ന അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ്. ആലപ്പുഴ ജില്ലാ സെക്രട്ടറി എന്ന് പറഞ്ഞത് ഫണ്ടമെൻ്റലിസ്റ്റ്, റാഡിക്കലായിട്ടുള്ള ഇസ്ലാമിസ്റ്റ് പൊളിറ്റിക്കൽ തിങ്കേഴ്സിൻ്റെ കൈകളിലാണ്. പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ കയ്യിൽ അള്ളിപ്പിടിച്ചിരിക്കുകയാണ് പാർട്ടിയുടെ ആലപ്പുഴ ജില്ലാ കമ്മിറ്റി. അദ്ദേഹവും പാർട്ടിയുടെ പ്രാഥമിക അംഗത്വം വേണ്ട എന്ന് വിചാരിച്ച് പുറത്തു പോയിരിക്കുക.
എന്ന് പറഞ്ഞാൽ ഈ പാർട്ടിയുടെ അംഗത്വം എന്ന് പറയുന്നത് വർഷാവർഷങ്ങളിൽ ഇങ്ങനെ പുതുക്കണം. ഇപ്പം എനിക്ക് മനസ്സില്ല അതിന് പുതുക്കാൻ. അങ്ങ് പോളിറ്റ് ബ്യൂറോയുടെ, അതായത് ദേശീയ ജനറൽ സെക്രട്ടറി എം.എ. ബേബി വരെ വന്നു പറഞ്ഞു ഇദ്ദേഹം അങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞു. ഓടാതിൻ്റെ പാട്ടനെന്ന് പറഞ്ഞു ജി സുധാകരൻ. കൂസേണ്ട കാര്യമില്ല. കാരണം പാർട്ടിയുടെ ഒരു സംരക്ഷണവും അദ്ദേഹത്തിന് ആവശ്യമില്ല. കാരണം എന്താ, എ പത്മകുമാർ അല്ല അദ്ദേഹം. മാന്യമായിട്ട് മന്ത്രി ആയിട്ടിരുന്ന ആൾ, ദേവസ്വം ബോർഡ് മന്ത്രിയായിരുന്നപ്പോഴും മാന്യത കാത്തു സൂക്ഷിച്ച്, സത്യസന്ധത കാത്തു സൂക്ഷിച്ച്, ഒന്നും വ്യാമോഹിക്കാതെ നടന്ന ഒരാളാണ്. വി.എസ്. അച്യുതാനന്ദനെ വിമർശിച്ച് പാർട്ടിക്ക് വേണ്ടി ധീരമായി പോരാടിയ തൻ്റെ ഒരു വലിയ, താൻ ആരാധിച്ചിരുന്ന വി.എസ്. അച്യുതാനന്ദനെ, ആലപ്പുഴയുടെ മണ്ണിൽ തന്നെയുള്ള വി.എസ്. അച്യുതാനന്ദനെ എതിരെ പാർട്ടിക്ക് വേണ്ടി വീറോടെ പറഞ്ഞു അസംബ്ലിയിലും പുറത്തും അദ്ദേഹം. എന്നിട്ടും അവസാനം കിട്ടിയത് ഇതാണ്. അദ്ദേഹത്തിന് അമ്പലപ്പുഴയിൽ അവസാന കാലത്തൊന്നുകൂടി മത്സരിക്കണമെന്നൊരു മോഹം സാധിച്ചു കൊടുക്കാൻ ഇപ്പം മനസ്സില്ലെന്ന് പറഞ്ഞു എം.വി. ഗോവിന്ദൻ. അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് എം.എൽ.എ. സ്ഥാനം ഉറപ്പിച്ചും കഴിഞ്ഞു. ജി സുധാകരനും കൊടുക്കത്തില്ല, എൻ്റെ മക്കൾ വല്ലതുമൊക്കെ പ്രായപൂർത്തിയായി എന്ന് ആവട്ടെ, അവർക്ക് കൊടുക്കാം. ജി സുധാകരനൊക്കെ കാലഹരണപ്പെട്ട പാതിരിമാരല്ലേ. ഇത് തന്നെയാണല്ലോ വി.എസ്. അച്യുതാനന്ദനെതിരെ ഉന്നയിച്ചത്. കാലഹരണപ്പെട്ട പുണ്യാളൻ പറഞ്ഞിരിക്കുന്നത് മഹാസാഹിത്യകാരനായിട്ടുള്ള എം. മുകുന്ദൻ. അദ്ദേഹം ഇപ്പോൾ പാർട്ടിയിൽ നിന്ന് വഴിമാറി നടക്കുക. സച്ചിദാനന്ദൻ വഴിമാറി നടക്കുന്നുണ്ട്. ഇപ്പോൾ ഈ പാർട്ടിക്ക് എം.എൻ. വിജയൻ പണ്ടേ മാറി. ആ എം.എൻ. വിജയൻ്റെ മകൻ അനിൽകുമാറിൻ്റെ വീട്ടിലാണ് പാർട്ടി റീത്ത് കൊണ്ടുവച്ചത്. എനിക്കറിയില്ല, ഈ പി.കെ. ശശിയുടെ മുമ്പിൽ എല്ലാവരും കൊണ്ട് റീത്ത് വെക്കും, അതിനെ തുടർന്ന് ഇന്നോവ വരും. പിന്നെന്തെല്ലാമാണ് സംഭവിക്കുന്നത്? തെരഞ്ഞെടുപ്പിന് മുമ്പായിരിക്കുമോ പിമ്പായിരിക്കുമോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമുള്ളൂ. ഇപ്പം തന്നെ DYFI തുടങ്ങിയിട്ടുണ്ട്, കലഹം ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് പി.കെ. ശശി. ഇനി എന്തു വേണമെങ്കിലും സംഭവിക്കാവുന്ന ഒരു അന്തരാള ഘട്ടത്തിലാണ് CPM. അതുപോലെ പി.കെ. ശശി പറഞ്ഞത്, പി.കെ. ശശിയിലേക്ക് ഒന്നുകൂടി പോവുകയാണ്. അക്ഷരം കണ്ടാൽ ഉറക്കം വരുന്ന ആളുകളാണ് CPM. പണ്ട് അക്ഷരങ്ങൾ പഠിച്ച് സിദ്ധാന്തങ്ങൾ പഠിച്ച് മസ്തിഷ്ക പ്രക്ഷാളനം നടത്തി രംഗത്തിറങ്ങി മറ്റൊന്നും തലയിൽ കയറാത്ത ആളുകളായിട്ട് മാറിയ ആളുകൾ, ഫണ്ടമെൻ്റലിസ്റ്റ്, റാഡിക്കലിസ്റ്റ്, ഇസ്ലാമിസ്റ്റുകളെ പോലെ തന്നെ മാറിയ ആളുകളാണ്. ഇപ്പോൾ അക്ഷരം കണ്ടാൽ അവർക്ക് ഉറക്കം വരും. അക്ഷരം കാണുമ്പോഴേ ഉറക്കം വരുവുള്ളൂ എന്ന് എനിക്ക് സംശയമുണ്ട്. ഉറക്കം വരുന്നവരായിട്ട് മാറിയിരിക്കുന്നു. അതുപോലെ തന്നെ DYFI യൂത്ത് സെൻറ്ററിൽ കള്ളും കഞ്ചാവും, അത് പാലക്കാട്ടെ DYFI യൂത്ത് സെൻറ്ററിലായിരിക്കാനാണ് വഴി, കള്ളും കഞ്ചാവും വിതരണം ചെയ്യുന്നു. അതിനോടൊപ്പം അദ്ദേഹം പറഞ്ഞൊരു കാര്യം, സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ, പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നല്ലോ അദ്ദേഹം, ഉണ്ടായിരുന്നെങ്കിൽ ഇതൊന്നും നടക്കില്ലായിരുന്നു. അവിടെയാണ് എനിക്കൊരു സംശയം പ്രബലമാവുന്നത്. അദ്ദേഹത്തിൻ്റെ മകനെയല്ലേ കഞ്ചാവ് കേസിൽ പിടിച്ചിട്ടുള്ളത് ബാംഗ്ലൂരിൽ വെച്ചിട്ട്? അങ്ങനെയല്ലേ അദ്ദേഹത്തെ പാർട്ടി സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റിയത്? അങ്ങനെയൊക്കെയുള്ള സംഭവം, ഒരു ദയവുമില്ലാതെ ദാക്ഷിണ്യമില്ലാതെ അദ്ദേഹത്തെ പാർട്ടി പിന്നെ മക്കളൊക്കെ ഈ കേസിൽ നിന്ന് മുക്തരായിട്ട് വന്നു. അപ്പോഴും കോടിയേരിയെ നിങ്ങൾ മറന്നില്ലേ? ഇപ്പോൾ കോടിയേരിയെ ഓർത്തുകൊണ്ട് വരുന്നു. എനിക്ക് മനസ്സിലാവുന്നില്ല ഇത് എങ്ങോട്ടാണ് ഈ പാർട്ടിയും അതിൻ്റെ സഖാക്കളും ഒക്കെ പോകുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും 1000 പേര് അവിടെ പങ്കെടുത്തെന്ന് പറയുമ്പോൾ 10,000 ഇപ്പുറത്ത് പിന്തുണയുമായിട്ട് നിശബ്ദരായിട്ടുണ്ടാവും, പേടിയുള്ളവരുണ്ടാവും പാർട്ടി. ഇത് പേടിയില്ലാതെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, DYFIയുടെ വെരിട്ടൊന്നും എൻ്റെ അടുത്ത് വേണ്ട, അതൊന്നും നടക്കാൻ പോകുന്നില്ല, ഞാനത് ലെവലേശം വാങ്ങാൻ പോകുന്നില്ല. അതുകൂടാതെ രക്തസാക്ഷി ഫണ്ടിൻ്റെ പേരിൽ സത്യം പറഞ്ഞതിന് പുറത്താക്കപ്പെട്ട ഒരാളും ഉണ്ടല്ലോ. അദ്ദേഹം ഇപ്പോൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്നും മത്സരിക്കുന്നില്ലെന്നും ഒക്കെ പറയുന്നത് കേട്ടു. നേരം വെളുത്തെന്നും വെളുത്തില്ലെന്നും രണ്ടടയ്ക്ക പക്ഷികളെന്ന് ചെമ്മനം ചാക്കോ പാടിയതുപോലെ. എന്താണ് സത്യമെന്നറിയില്ല. ജി സുധാകരൻ്റെ കാര്യത്തിലുണ്ട്, അമ്പലപ്പുഴയിൽ മത്സരിക്കുമെന്നും മത്സരിക്കുന്നില്ലെന്നും രണ്ട് കേൾക്കുന്നു. നമുക്കൊന്നും അറിയില്ല. നമ്മൾ വെറും അടയ്ക്ക പക്ഷികളുടെ അസ്തിത്വമുള്ള ആൾക്കാരാണ്. ഇവരൊന്നും അങ്ങനെയല്ലല്ലോ. ഇവരൊക്കെ അതിലൊക്കെ കൂടിയ പക്ഷികളുടെ, പരുന്തിൻ്റെയും കഴുകൻ്റെയും ഒക്കെ മനസ്സുള്ള ആൾക്കാരാണല്ലോ. അപ്പോൾ ഇതെന്താണൊക്കെ നടക്കുന്നത്? എന്തായാലും CPMൽ ഒരിക്കലും സംഭവിച്ചിട്ടില്ലാത്ത പോലെ കലാപക്കൊടികളുടെ ഒരു വലിയ പ്രവാഹമാണ് അങ്ങ് പാലക്കാട് മുതൽ ആലപ്പുഴ വരെ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് തെരഞ്ഞെടുപ്പിൽ ഈ പാർട്ടിയുടെ PR എക്സർസൈസുകൾ എല്ലാം പത്രങ്ങളിലൊക്കെ വ്യാജ പരസ്യങ്ങൾ, ആളുകളെ പറ്റിക്കുന്ന പരസ്യങ്ങൾ, പറ്റിപ്പാണല്ലോ ഇപ്പോഴത്തെ സത്യാനന്തര കാലത്തെ അമേരിക്കയെ പോലെ തന്നെ ആളുകളെ പറ്റിച്ച് കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പോലെ തന്നെ CPM ഇപ്പോൾ കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുക. അങ്ങനെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും നമ്മുടെ CPMൻ്റെ ഇപ്പോഴത്തെ ആ നേതൃത്വവും തമ്മിൽ വളരെ സാദൃശ്യങ്ങളുണ്ട്
എന്നും കൂടിയാണ് ഞാൻ പറഞ്ഞതിൻ്റെ പൊരുൾ.